എടാ നിങ്ങൾ ഈയിടെ ഷെയർ ചെയ്ത ആ ഏമി മൊറേൽസ് ലാറയുടെ ആർട്ടിക്കിളില്ലേ ആർട്ട് ആസ് സോഷ്യൽ വർക്ക്. ആ അത് തന്നെ. ഞാൻ ഇന്നലെ രാത്രി അത് നോക്കിയിരിക്കുമായിരുന്നു. എന്താ പറയാ, ഉറക്കം പോയി കിട്ടി. ശരിക്കും ഇൻട്രസ്റ്റിംഗ്. അല്ലേ? ഞാനും അതൊന്നുകൂടി നോക്കി. ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവാണ്. നമ്മുടെ സോഷ്യൽ വർക്ക് പേപ്പറിനൊക്കെ ചില പോയിന്റ്സ് കിട്ടും. അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറം എന്തോ ഉണ്ടെന്ന് തോന്നി. സാധാരണ നമ്മൾ കല, ആർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ എക്സിബിഷൻ, ഭയങ്കര ഫിലോസഫി. അതെ, അല്ലെങ്കിൽ സിനിമ, പാട്ട്, അങ്ങനെയൊക്കെ. ഇത് പക്ഷേ കല വെച്ച് ആളുകളെ ഹീൽ ചെയ്യാം, സമൂഹത്തിൽ മാറ്റം വരുത്താന്നൊക്കെ. അതൊരു വേറെ ലെവൽ ചിന്തയല്ലേ? തീർച്ചയായും. അപ്പോ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നമുക്ക് ഈ ആർട്ടിക്കിളിലേക്കൊന്ന് ഡീപ്പായിട്ട് ഇറങ്ങിയാലോ? ഇതിലെ പ്രധാന ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയല്ലേ? ആബ്സല്യൂട്ട്ലി. നമ്മളിന്ന് ഏമി മൊറേൽസ് ലാറയുടെ കാഴ്ചപ്പാടുകളാണ് നോക്കുന്നത്. ഈ കലയെ ഒരു സോഷ്യൽ വർക്ക് ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ആ എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, പിന്നെ ചിലപ്പോൾ വെല്ലുവിളികളും ഉണ്ടാവാം. അതൊക്കെ പുള്ളിക്കാരിയുടെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. കയ്യിലുള്ളത് ആ ലേഖനത്തിലെ മെയിൻ ഭാഗങ്ങളും പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ മിഷൻ ക്ലിയർ ആണ്. ഏമി മൊറേൽസ് ലാറയുടെ ലോകത്തേക്കൊരു യാത്ര. കലയുടെ അധികം ആരും കാണാത്തൊരു വശം തേടി. കല വെറുമൊരു നേരം പോക്കല്ല, അതിനൊരു സോഷ്യൽ മിഷൻ കൂടിയുണ്ടെന്നാണോ ഈ ലേഖനം പറയുന്നത്? ഒരു വലിയ പരിധിവരെ അതെ. ആദ്യം ആരാണീ ഏമീന്ന് നോക്കാം, അല്ലേ? ശരി. ന്യൂയോർക്കിലെ ബ്രോങ്സിൽ നിന്നുള്ള ഒരു സോഷ്യൽ വർക്ക് സ്റ്റുഡന്റാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഓഹോ, രണ്ടും കൂടിയാണോ? അതെ. അവരുടെ പേരൻസ് കുടിയേറ്റക്കാരായിരുന്നു. ഇമിഗ്രന്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കലയും പിന്നെ മെന്റൽ ഹെൽത്തും തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ആളുകൾക്കും സമൂഹത്തിനും ഹീലിംഗ്, അതായത് സൗഖ്യം, പിന്നെ ലിബറേഷൻ, വിമോചനം, ഇതൊക്കെ കൊടുക്കുക. അതാണ് മെയിൻ എയിം. ബ്രോങ്സ് സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ ഒരു റഫ് ഇമേജ് ആണല്ലോ മനസ്സിൽ വരാറ്, കുറച്ച് നെഗറ്റീവായിട്ടുള്ള. ശരിയാണ്. അവിടെ നിന്നാണ് ഇങ്ങനൊരു പോസിറ്റീവ് ഐഡിയ വരുന്നതെന്നത് തന്നെ ഒരു കൗതുകം തോന്നുന്നു. അതെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഏമിയുടെ ചിന്തകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഹീലിംഗ്, ലിബറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ശരിയാണ്. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് വരാൻ ഏമിക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? ലേഖനത്തിലൊരു മിസ്റ്റർ റോജേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതാരാ? മിസ്റ്റർ റോജേഴ്സ്. നമ്മുടെ നാട്ടിലെ ശക്തിമാനെ പോലത്തെ വല്ല സൂപ്പർ ഹീറോ ആയിരുന്നോ? സൂപ്പർ ഹീറോ ഒന്നുമല്ല. മിസ്റ്റർ റോജേഴ്സ് ഒരു അമേരിക്കൻ TV ഹോസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഷോ ആയിരുന്നു പുള്ളിയുടേത്. ഓക്കെ. അപ്പോ ഈ ലോകത്ത് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അദ്ദേഹം കുട്ടികളോട് പറയുമായിരുന്നു ചുറ്റുമുള്ള സഹായികളെ, ഹെൽപ്പേഴ്സിനെ നോക്കാൻ. സഹായികളെയോ? അതെ. പാവകളും പാട്ടുകളും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് പക്ഷെ വളരെ ഡീപ്പായിട്ട് അദ്ദേഹം കുട്ടികളുമായി സംസാരിച്ചു. അത് കുട്ടിയായിരുന്ന ഏമിയെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. സഹായികളെ നോക്കാൻ കൊള്ളം ഐഡിയ. പക്ഷേ ഈ സഹായി എന്ന് ഏമി പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എല്ലാവരുടെയും പ്രശ്നം ഒറ്റയടിക്ക് തീർക്കുന്ന ഒരാളാണോ, സൂപ്പർമാൻ സ്റ്റൈൽ? അല്ല. അതാണ് ഹിയേഴ്സ് വെർ ഇറ്റ് ഗെറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഏമിയുടെ ഡെഫിനിഷൻ കുറച്ചു വ്യത്യാസമുണ്ട്. സഹായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകൻ, ഒരു സേവിയർ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവർ അല്ല. പിന്നെ മറിച്ച് ഒരാളുടെ വളർച്ചയുടെ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ കൂടെ നടക്കുന്ന, അവരെ കേൾക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ. പാർട്ട്ണർ. അതെ, കൂടെ നടക്കുന്ന ഒരാൾ. എംപതി, ക്യൂരിയോസിറ്റി ഒക്കെയുള്ള ഒരാൾ. അല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരാളല്ല, ഒപ്പം നടക്കുന്ന ആൾ. പാർട്ട്ണർ. കൊള്ളാം. അപ്പോ നമ്മൾ ഈ ഫ്രണ്ടിന്റെ അസൈൻമെന്റ് തീർക്കാൻ രാത്രി ഉറക്കമുളച്ചിരുന്ന് സഹായിക്കുമ്പോൾ നമ്മൾ സഹായി ആകുമോ, അതോ വെറും രക്ഷകനാകുമോ, അതോ ജസ്റ്റ് ചങ്കാകുമോ? അത് ചെയ്യുന്ന ആളുടെ ഇന്റൻഷൻ പോലെയിരിക്കും. എന്തായാലും ഏമിയുടെ മെയിൻ ഐഡിയ ഈ കലയും ഈ സഹായി റോളും എങ്ങനെ കണക്ട് ചെയ്യാമെന്നതാണ്. ഓക്കെ. കല എന്ന് പറയുമ്പോൾ വലിയ ക്യാൻവാസോ സ്റ്റുഡിയോയോ ഒന്നും വേണമെന്നില്ല. കഥ പറയാൻ സഹായിക്കുന്ന അതെന്തും കലയാണ്. അത് കവിതയാകാം, ഡാൻസ്, പാട്ട്, ഫോട്ടോഗ്രാഫി, എന്തിനേറെ പാചകം അല്ലെങ്കിൽ തുന്നൽ, നിട്ടിംഗ് പോലും ഒരു ആർട്ട് ഫോം ആകാം എന്നാണ് ഏമി പറയുന്നത്. തുന്നലോ? സീരിയസ്ലി? അപ്പോ എന്റെ അമ്മൂമ്മ സ്വെറ്റർ ഉണ്ടാക്കുന്നത് അതും ആർട്ടാണോ? തീർച്ചയായും. ഓ, അപ്പോ അമ്മൂമ്മയെ നാളെ മുതൽ ആർട്ടിസ്റ്റ് അമ്മൂമ്മയെന്ന് വിളിക്കണം.
ചിലപ്പോ എന്റെ ചെവിക്ക് പിടിച്ചെന്നിരിക്കും. വിളിക്കാം, എന്താ കുഴപ്പം? അതൊരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ അല്ലേ? ഒരു പക്ഷേ ആ തുന്നലിലൂടെ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ, അങ്ങനെ എന്തെങ്കിലും. ഏമിയുടെ സ്വന്തം മീഡിയം എന്ന് പറയുന്നത് പാട്ടാണ്. പാട്ടോ? അതെ, കുട്ടിക്കാലത്ത് ക്വയറിൽ പാടുമായിരുന്നു, ഇപ്പൊ പാട്ടെഴുതും. സ്വന്തം ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ മാറ്റാൻ പാട്ടുകൾ സഹായിച്ചുവെന്ന് പറയുന്നു. അതുപോലെ മറ്റുള്ളവരുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാനും അത് ഹെൽപ്പ് ചെയ്തു. പാട്ട്, അത് ശരിയാണ്. കോളേജിലെ സ്ട്രെസ് കൂടുമ്പോ വെറുതെ ഇഷ്ടമുള്ള പാട്ട് കേട്ടാൽ തന്നെ ഒരു ആശ്വാസം കിട്ടാറുണ്ടല്ലോ. പക്ഷേ സ്വന്തമായിട്ട് പാട്ടെഴുതി വിഷമം മാറ്റുക എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യൽ ടാലന്റ് വേണ്ടേ? എല്ലാവർക്കും പറ്റുമോ? അവിടെയാണ് ഏമി ഒരു കാര്യം പറയുന്നത്. പുള്ളിക്കാരിക്ക് കോളേജിൽ വെച്ചൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. ഒരു പ്രൊഫസർ പറഞ്ഞു, പല സോഷ്യൽ വർക്കർമാരും ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആർട്ടിസ്റ്റുകളാണ് എന്ന്. ഫ്രസ്ട്രേറ്റഡ് ആർട്ടിസ്റ്റ്, കൊള്ളാം ടേം. അതെ, അതായത് ഉള്ളിൽ ആർട്ടിസ്റ്റിക് കഴിവോ താല്പര്യമോ ഒക്കെയുണ്ട്, പക്ഷെ അത് പുറത്തെടുക്കാൻ അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പോലെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ എന്ന് കരുതുന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. ഹോ, അപ്പോൾ ഈ തിയറി വെച്ച് നോക്കിയാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് യൂട്യൂബർമാരും ഫ്രസ്ട്രേറ്റഡ് ഫോട്ടോഗ്രാഫർമാരുമായിരിക്കുമല്ലോ. ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റാതെ മാർക്കിന്റെ പിന്നാലെ ഓടുന്ന നമ്മളൊക്കെ. ചിലപ്പോ തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ആ പ്രൊഫസറുടെ വാചകം ഏമിക്കൊരു തിരിച്ചറിവായി. ഓക്കെ, അപ്പോൾ കലയും സോഷ്യൽ വർക്കും രണ്ടല്ല, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നി. ആകെ കഴിഞ്ഞിട്ട് പിന്നെ ആർട്ട് തെറാപ്പി, പിന്നെ ഈ കമ്മ്യൂണിറ്റി മ്യൂറൽസ്, അതായത് ആളുകൾ ഒരുമിച്ച് ചുമരിൽ ചിത്രം വരയ്ക്കുന്ന പരിപാടി. കേട്ടിട്ടുണ്ട്. പിന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ സമരം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള സൈനുകള്, ബാനറുകള്, ഇതിനെക്കുറിച്ചൊക്കെ ഏമി കൂടുതൽ പഠിച്ചു. ഈ കമ്മ്യൂണിറ്റി മ്യൂറൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ മതിലിൽ ചിഹ്നം വരയ്ക്കുന്ന പോലെയോ, അതോ കോളേജ് ഫെസ്റ്റിനെ പിള്ളേരെ തീമനുസരിച്ച് ചുമരിൽ പെയിന്റ് ചെയ്യുന്ന പോലെയോ, ഏതാണ്? രണ്ടുമല്ല. ഇത് കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ്. ഒരു സ്ഥലത്തെ ആളുകൾ, ചിലപ്പോൾ കുട്ടികൾ, മുതിർന്നവർ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ കഥകളോ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഒരു പൊതുസ്ഥലത്ത് ഒരു ചുമരിലെ ചിത്രമായിട്ട് വരയ്ക്കും. ഓ, അപ്പൊ അതൊരു ടീം വർക്കാണ്. അതെ, അത് വെറും ഭംഗിക്കു വേണ്ടിയല്ല. ആ ഒരു പ്രോസസ്സിലൂടെ ആളുകൾ തമ്മിൽ അടുക്കുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പഠിക്കുന്നു. ആ സ്ഥലത്തിന് തന്നെ ഒരു പുതിയ ഐഡന്റിറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ കലയെ സോഷ്യൽ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ബെനിഫിറ്റ്സ്? ഏമി പറയുന്നതനുസരിച്ച് ഒന്നാമത്തത് വ്യക്തിഗത തലത്തിൽ ഹീലിംഗ്, ലിബറേഷൻ, പ്രത്യേകിച്ച് ട്രോമയൊക്കെ അനുഭവിച്ചവർക്ക്. 2, സാമൂഹിക തലത്തിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ആളുകളെ ഒരുമിപ്പിക്കാൻ, അവർക്ക് വൈകാരിക പിന്തുണ കൊടുക്കാൻ ഒക്കെ ഇത് സഹായിക്കും. ശരി. 3, വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അതിനൊരു നോൺ വെർബൽ ഔട്ട്ലെറ്റ് കിട്ടും, ഉള്ളിലെ സംഘർഷങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. അത് കൊള്ളാം. 4, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസ് ഇല്ലേ, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, അവർക്ക് അവരുടെ അതിജീവനശേഷി, റെസിലിയൻസ്, അത് വർദ്ധിപ്പിക്കാനും ആത്മാഭിമാനം വീണ്ടെടുക്കാനും ഇതൊരു വഴിയാണ്. അവരുടെ കഥകൾക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക. ഈ നോൺ വെർബൽ ഔട്ട്ലെറ്റ് ഫോർ ട്രോമ, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ സീൻ കോൺട്രാ ആവുമ്പം വാട്സാപ്പിൽ ഡാർക്ക് മോഡ് സ്റ്റാറ്റസ് ഇടുന്ന പോലെയാണോ, അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും? സ്റ്റാറ്റസ് ഇടുന്നതും ഒരുതരം എക്സ്പ്രഷനാണ്, സമ്മതിച്ചു. പക്ഷേ ഏമി പറയുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യമാണ്. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ്, ചിലപ്പോൾ നമുക്ക് ഭയങ്കര വേദന തന്ന ഓർമ്മകളോ അനുഭവങ്ങളോ ഉണ്ടാവാം. അത് വാക്കുകളാക്കാൻ പേടിയാവാം, അല്ലെങ്കിൽ പറ്റിയ വാക്കുകൾ കിട്ടണമെന്നില്ല. ശരിയാണ്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നിറങ്ങൾ ഉപയോഗിച്ചൊരു ചിത്രം വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കളിമണ്ണുകൊണ്ട് എന്തെങ്കിലും ഒരു രൂപമുണ്ടാക്കുമ്പോൾ, അതുമല്ലെങ്കിൽ പാട്ടിനനുസരിച്ച് വെറുതെ ശരീരം ചലിപ്പിക്കുമ്പോൾ ആ ഉള്ളിലെ ഭാരം പുറത്തേക്ക് വരും. അതിനെ നമുക്ക് നേരിടാൻ പറ്റും. ഓക്കെ. നമ്മൾ ആ അനുഭവത്തെ ഓർത്തു വെറുതെ വിഷമിക്കുകയല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് പുതിയൊന്നുണ്ടാക്കുകയാണ്. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിന് തന്നെ ഒരു ഹീലിംഗ് പവറുണ്ട്. ആ കഥയുടെ കൺട്രോള് നമ്മൾ തിരിച്ചുപിടിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ആ പഴയ അനുഭവത്തിന് മുകളിൽ പുതിയൊരു മീനിംഗ് ഉണ്ടാക്കുകയാണല്ലേ? എക്സാക്ട്ലി. അതാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്, അതിജീവനശേഷി. വീഴാതിരിക്കുന്നതല്ല കാര്യം, വീണാലും എഴുന്നേൽക്കാനുള്ള കഴിവ്. അതിന് കല ഒരു ടൂളാകാം. ഈ ഐഡിയാസൊക്കെ വെച്ചുകൊണ്ട് ഏമി അവരുടെ നാടായ ബ്രോങ്സില് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു.
റിനേസൻസ് റിതം ആൻഡ് റെസിസ്റ്റൻസ് എന്ന പേരുള്ള ഒരു ഡിജിറ്റൽ മാഗസിൻ, ഒരു സിൻ ഉണ്ടാക്കി. സിൻ അതെന്താ സംഭവം? ഒരു ചെറിയ ഇൻഫോർമൽ മാഗസിൻ പോലെ. അപ്പൊ അതിന്റെ ലക്ഷ്യം ബ്രോങ്സിനെ കുറിച്ച് പുറത്തുള്ള ആളുകൾ പറയുന്ന നെഗറ്റീവ് കഥകളില്ലേ, അതിലെ ചോദ്യം ചെയ്യുക, എന്നിട്ട് അവിടുത്തെ റിയൽ ലൈഫ്, ക്രിയേറ്റിവിറ്റി, റെസിസ്റ്റൻസ് അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക എന്നതായിരുന്നു. കൊള്ളാം പരിപാടി. ബ്രോങ്സിന്റെ ഇമേജ് മാറ്റാനൊരു സിൻ. നമുക്ക് നമ്മുടെ ഹോസ്റ്റലിലെ ഭക്ഷണത്തെപ്പറ്റി ഒരു പോസിറ്റീവ് ഫുഡ് സിൻ ഇറക്കിയാലോ? സാമ്പാറിലെ വെണ്ടയ്ക്ക ഒരു ഹീലിംഗ് ജേണി എന്നൊക്കെ ടൈറ്റിൽ കൊടുത്ത്. ചിലപ്പോ മെസ് കമ്മിറ്റി രക്ഷപ്പെടുമോ? നല്ല ഐഡിയ. ഒരു ക്രിയേറ്റീവ് പ്രതിഷേധം. ഏമി ചെയ്തതെന്താണെന്ന് വെച്ചാ അവിടുത്തെ സാധാരണക്കാരായ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി. ചിലപ്പോ പഴയ ഫർണിച്ചറൊക്കെ റീസൈക്കിൾ ചെയ്ത് പുതിയതുണ്ടാക്കുന്നവർ, ഹിപ്ഹോപ്പ് ആർട്ടിസ്റ്റുകൾ, ചുമർ ചിത്രം വരയ്ക്കുന്നവർ, കവികൾ, അങ്ങനെ പലരും. അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതം, അവരുടെ ഐഡന്റിറ്റി, അവർ ഫേസ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസ്, സിസ്റ്റമിക് ബാരിയേഴ്സ്, ഇതൊക്കെ അവരുടെ ആർട്ടിലൂടെ പറയുന്നത് എന്ന് ഏമി പഠിച്ചു. ഹിപ്ഹോപ്പ് അപ്പോ ഈ റാപ്പ് പാട്ടും ബ്രേക്ക് ഡാൻസൊക്കെ ഈ ബ്രോങ്സിലുണ്ടായതാണോ? അതെ, ഹിപ്ഹോപ്പ് കൾച്ചറിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ബ്രോങ്സ്. അതുപോലെ സൽസ മ്യൂസിക്കും. ഇതൊക്കെ അവിടുത്തെ ഒരു സോഷ്യൽ കണ്ടീഷനോടുള്ള റെസ്പോൺസ് ആയിട്ട് വന്ന ആർട്ട് ഫോംസ് ആണ്. ഓഹോ. അപ്പൊ ഈ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോ ഏമിക്ക് ബ്രോങ്സിനെ കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് കിട്ടി. പുറത്തു കേൾക്കുന്ന ആ ദാരിദ്ര്യത്തിന്റെയും ക്രൈമിന്റെയും കഥകൾക്കപ്പുറം അവിടുത്തെ ഒരു എനർജി, റെസിലിയൻസ്, ആളുകളുടെ ക്രിയേറ്റിവിറ്റി, അതൊക്കെ കാണാൻ പറ്റി. കല അവിടെ ഒരു സർവൈവൽ ടൂള് കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കലയെ സോഷ്യൽ ചേഞ്ചിനും പേഴ്സണൽ ഹീലിംഗിനും ഒക്കെ ഉപയോഗിക്കാൻ എന്താണ് വേണ്ടത്? നമ്മൾ പിക്കാസോയെ പോലെ വരയ്ക്കണോ? വലിയ പാട്ടുകാരനാവണോ? അതാണ് എന്റെയും ചോദ്യം. ഏമി പറയുന്നത് അതല്ല പ്രധാനമെന്ന. 3 കാര്യങ്ങളാ മെയിനായിട്ട് വേണ്ടത്. 1, ധൈര്യം. കൗറേജ്. ഓക്കെ, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും തെറ്റുപറ്റിയാലും മുന്നോട്ടു പോകാനും നമ്മൾ ഉണ്ടാക്കിയത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുമുള്ളൊരു ധൈര്യം. 2, തുറന്ന മനസ്സ്. പുതിയ ഐഡിയാസിനെയും രീതികളെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ കേൾക്കാനുള്ള കഴിവ്. 3, ജിജ്ഞാസ. ക്യൂരിയോസിറ്റി. അതെ, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഈ കലയുടെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ അറിയാനുള്ള ഒരു താൽപ്പര്യം. ധൈര്യമൊക്കെയുണ്ട്, ക്യൂരിയോസിറ്റിയുണ്ട്. പക്ഷേ ഈ വരയുടെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ആനയെ വരച്ചാൽ ചിലപ്പോ കോഴിയായി പോവും. അത് പിന്നെ മറ്റുള്ളവരെ കാണിക്കാനൊരു മടിയില്ലേ? ഇതെല്ലാവർക്കും പറ്റുമോ? ചിലർക്ക് ഇത് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കില്ലേ, പെർഫെക്റ്റ് ആവണം എന്നൊക്കെ വിചാരിച്ച്? നല്ല ചോദ്യമാണ്. അവിടെയാണ് എമി പറയുന്ന പോയിന്റ്. ലക്ഷ്യം പെർഫെക്ഷൻ അല്ല, എക്സ്പ്രഷനാണ്. നിങ്ങൾ ആനയെ വരച്ച് കോഴിയായാലും ഒരു കുഴപ്പവുമില്ല. ആ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് കാര്യം. ഫോണിലൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് മൂളുന്നത്, ഡയറിയിൽ വെറുതെ എന്തെങ്കിലും കുത്തി വരയ്ക്കുന്നത്, ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കേ, മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നത്. ആ എംപതി, അതും ഒരു തരം ക്രിയേറ്റീവ് ആക്റ്റാണ്. കലയെ ഒരു മത്സരമായി കാണാതിരുന്നാൽ മതി. ശരിയാണ്. ആ നഴ്സിംഗ് സ്റ്റാഫിന്റെ സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അതും കൊള്ളാം. ഹോസ്പിറ്റലിലെ ഭയങ്കര തിരക്കിനിടയിലും അവർക്കൊരു ആർട്ട് ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അവരുടെ സ്ട്രെസ്സും ബേൺ ഔട്ടും കുറഞ്ഞു എന്ന്. അതെ. അപ്പോൾ ഈ വർക്ക് പ്ലേസിൽ പോലും ഇതിന് നല്ല റെലവൻസ് ഉണ്ടല്ലേ? തീർച്ചയായും. വർക്ക് പ്ലേസ് വെൽനെസ്സിന് ക്രിയേറ്റീവ് ബ്രേക്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ സ്റ്റഡി കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് പെയിന്റ് ചെയ്യാനോ ചെറിയ ക്രാഫ്റ്റ് ഉണ്ടാക്കാനോ ഒരവസരം കിട്ടുമ്പോൾ അത് ടീം ബിൽഡിങ്ങിനും നല്ലതാണ്, സ്ട്രെസ് കുറയ്ക്കാനും നല്ലതാണ്. ചെറിയ കാര്യമാണെങ്കിലും അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിക്കിളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കല എന്ന് പറയുന്നത് ഭയങ്കര ടാലൻ്റുള്ള കുറച്ചു പേർക്ക് മാത്രമുള്ള എന്തോ ഒന്നല്ല. അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ സോഷ്യൽ കണക്ഷൻസിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ടൂളാണ്. വലിയ ആർട്ടിസ്റ്റ് ആകണമെന്നില്ല, നമ്മളായിരുന്നാൽ മതി. കോളേജിൽ പഠിക്കുന്ന നമുക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞു. ഏമി മൊറേൽസ് ലാരയുടെ അനുഭവങ്ങളും ചിന്തകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് കലയോ സോഷ്യൽ വർക്കോ എന്തുമാകട്ടെ, അവയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടത് പ്രൊഫഷണൽ ട്രെയിനിങ്ങോ വലിയ ടാലന്റോ എന്നതിനേക്കാൾ ആ പറഞ്ഞ ധൈര്യവും തുറന്ന മനസ്സും ക്യൂരിയോസിറ്റിയുമാണ്. ഫൈനൽ പ്രൊഡക്റ്റിനേക്കാൾ ആ പ്രോസസ്സിനും
ആ ഉണ്ടാകുന്ന കണക്ഷൻസിനുമാണ് പ്രാധാന്യം. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുള്ളൂ? നിങ്ങളുടെ ലൈഫിൽ, കോളേജിലോ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലോ എവിടെയെങ്കിലും ഇതുപോലെ ക്രിയേറ്റിവിറ്റി ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഓർമ്മ വരുന്നുണ്ടോ? അത് വലിയ സംഭവം ആകണമെന്നില്ല. ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്നത്, പഴയ ജീൻസ് വെച്ചൊരു ബാഗ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചേർന്നൊരു ഫോട്ടോഗ്രാഫി ചലഞ്ച് ചെയ്യുന്നത്, അങ്ങനെ എന്തുമാകാം. നിങ്ങളുടെ ഒരു ബ്രോങ്സ് മൊമെന്റ് എവിടെയാണ്? ഇഫ് യു കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, ഈ വ്യക്തിഗതമായ ഹീലിംഗിനും ചെറിയ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾക്കും അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചാൽ, കുറച്ചുകൂടി വലിയ തോതിലുള്ള ക്രിയേറ്റീവ് വർക്ക്സിന് സിനിമ, നാടകം, മ്യൂസിക്, വലിയ ആർട്ട് ഇൻസ്റ്റലേഷനുകൾ ഇവയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള സോഷ്യൽ പോളിസികളെ സ്വാധീനിക്കാൻ പറ്റുമോ? ആ, നല്ല ചോദ്യം. അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, അത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആകാം, സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആകാം, അതൊക്കെ പബ്ലിക്കിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഒരു ഡിബേറ്റ് തുടങ്ങാനും സാധിക്കുമോ? കേരളത്തിന്റെ ഈയൊരു കോണ്ടെക്സ്റ്റിൽ കലയ്ക്ക് അങ്ങനൊരു വലിയ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു ടൂളാകാൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. എന്തായാലും സമയം പോയതറിഞ്ഞില്ല കേട്ടോ ഈ വിഷയം. സംസാരിച്ചിരിക്കാൻ തുടങ്ങിയാൽ തീരില്ല. ശരിയാണ്. പക്ഷെ അടുത്ത ക്ലാസ്സിന്റെ ബെല്ലടിക്കാറായി, ഓടണം. എന്തായാലും ഈ ആർട്ടിക്കിളിൽ നിന്ന് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ശരിയാണ്. ചർച്ച ഇനിയും തുടരാം. തൽക്കാലം നിർത്താം. ഈ ഐഡിയാസ് നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.